ത്രിമൂർത്തിമാർ അനസൂയാദേവിയുടെ അടുത്ത് ഭിക്ഷ യാചിച്ചു വന്ന സ്ഥലമാണ്. അങ്ങനെ ത്രിമൂർത്തികൾക്ക് ഭിക്ഷ നൽകിയത് കൊണ്ട് അന്നപൂർണയുടെ പൂർണ്ണ പ്രഭാവമുള്ള ആ ദേവതാ സങ്കേതത്തിൽ നിന്ന് ആ ദേവിയുടെ ചൈതന്യവുമായുള്ള മഹാമേരു ഭാരതപ്പുഴയുടെ നിളാനദിയുടെ തീരത്തുകൂടി യാത്ര ചെയ്ത് അവിടെയുള്ള ഓരോ ദേവതാ സങ്കേതങ്ങളിൽ നിന്നും പാരമ്പര്യ ഗുരുകുലങ്ങളിൽ നിന്നുമൊക്കെയുള്ള സ്വീകരണങ്ങളുമായി ത്രിമൂർത്തി സംഗമ മധ്യത്തിൽ രാജരാജേശ്വരിയുടെ സാന്നിധ്യമുള്ള തിരുനാവായ മണപ്പുറം എന്ന പൗരാണികമായ മാഘ യജ്ഞവേദിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സങ്കല്പത്തിലാണ് ആ രഥയാത്ര വിഭാവനം ചെയ്തത്. അത് തമിഴ്നാട്ടിലെ അതിൻ്റെ സംഘാടനമെല്ലാം തമിഴ്നാട്ടിലെ ആധീനങ്ങളും മറ്റ് കോയമ്പത്തൂർ, പൊള്ളാച്ചി, മധുര, തിരുനെൽവേലി ഭാഗങ്ങളിലുള്ള ആശ്രമങ്ങളും എല്ലാം ചേർന്നിട്ടായിരുന്നു. അപ്പോൾ ആ രഥയാത്ര രഥം ഇന്നലെ ശ്രീശങ്കര ജന്മഭൂമിയിലുള്ള കാലടിയിൽ നിന്ന് പൂജിച്ച് അവിടുത്തെ മേരു പൂജിച്ച് അവിടുത്തെ അർച്ചനയോട് കൂടിയിട്ടാണ് കാലടിയിൽ നിന്ന് പുറപ്പെട്ട് ത്രിമൂർത്തി ഹില്ലിലെത്തി ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്ന വിധത്തിലാണ് അത് പ്ലാൻ ചെയ്തിരുന്നത്. നിശ്ചയിച്ചിരുന്ന പ്രകാരം ഇന്നലെ രാവിലെ ആ രഥയാത്ര കാലടി ശങ്കര ജന്മഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ഇന്നലെ രാത്രി ത്രിമൂർത്തി ഹില്ലിൽ എത്തിച്ചേർന്നു. ഇന്ന് രാവിലെ അവിടെ നിന്ന് ഈ മഹാമേരുവിലുള്ള നവാവരണ പൂജയോടുകൂടി തമിഴ്നാട്ടിലെ വിവിധ ആശ്രമങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ സ്വീകരണം ഏറ്റുവാങ്ങി പൊള്ളാച്ചി, കോയമ്പത്തൂർ ജില്ലകളിൽ 2 ദിവസത്തെ പര്യടനത്തോടെ കേരളത്തിലേക്ക് പാലക്കാട്ടേക്ക് എത്തിച്ചേരും എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ രഥയാത്രയുടെ റൂട്ട് ക്രമീകരണം നടത്തിയിരുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്നലെ രാത്രി വൈകി ഈ യാത്രയ്ക്ക് തമിഴ്നാട് പോലീസ് അനുമതി നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായി. രാവിലെ ത്രിമൂർത്തി ഹില്ലിലെ ആ ത്രിമൂർത്തി ദേവസ്ഥാനത്ത് മേരുവിലുള്ള പൂജയും മറ്റും കഴിഞ്ഞപ്പോൾ ആ മേരുവുമായി രഥത്തിൽ പുറപ്പെടാൻ കഴിയില്ല. പോലീസ് അത് പിന്നീട് ആ യാത്ര രഥം പിന്നീട് പോലീസിൻ്റെ നേതൃത്വത്തിൽ അതിർത്തി വരെ കടത്തി തരികയാണ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ മേരുപൂജ ചെയ്ത് മറ്റുള്ള സ്വീകരണങ്ങളെല്ലാം ഈ പല ആശ്രമങ്ങളിലും മറ്റുള്ള സ്വീകരണങ്ങളും എല്ലാം ഒഴിവാക്കി നേരെ പാലക്കാട്ടേക്ക് പ്രവേശിച്ച് മുൻ നിശ്ചയിച്ച പ്രകാരം പാലക്കാട് നിന്നുള്ള സ്വീകരണ പരിപാടികൾ തുടർന്ന് 22-ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേരുന്ന വിധത്തിൽ രഥയാത്ര പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. അത് പൊതുജനഗതാഗതത്തെ ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും പോകുന്ന കോയമ്പത്തൂർ, പൊള്ളാച്ചി, അത് ദേശീയപാത കൂടിയാണ് പല സ്ഥലത്തും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു രഥം എന്ന് പറഞ്ഞാൽ ഒരു 4 വീലർ, അതായത് കോളിസിൻ്റെ മുകളിൽ കുറച്ച് അലങ്കരിച്ചിട്ടുള്ള വണ്ടിയാണ്. കൂടെ അതിൽ യാത്ര ചെയ്യുന്ന രഥത്തിൻ്റെ ഭാഗമായി യാത്ര ചെയ്യുന്ന ആളുകൾ സഞ്ചരിക്കുന്ന ഒരു 2 കാറുകൾ കൂടിയാണ് അതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അത് ഏത് തരത്തിലാണ് അവിടെയുള്ള പൊതുഗതാഗതത്തെ ബാധിക്കുക എന്നുള്ളത് നമുക്കറിയാത്തൊരു കാര്യമാണ്. തമിഴ്നാട് പോലീസിന് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ അറിവുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം അനുമതി കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ഇന്നലെ രാത്രിയാണ് അതിൽ ഒരു നിഷേധിക്കുക എന്ന് പറയുന്ന അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നൊരു അതെ അത് ഈ സ്വീകരണങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ആശ്രമങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും അകത്താണ്, വഴിയിലല്ല. ഒരു സ്വീകരണവും വഴിയിലല്ല. 1-2 സ്വീകരണങ്ങൾ അവിടുത്തെ കോളേജുകളിൽ, ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട കോളേജുകൾക്കകത്തുണ്ട്, വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ള നിലയിൽ. ബാക്കിയെല്ലാം അവിടുത്തെ ആധീനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശ്രമങ്ങൾക്കകത്തും ക്ഷേത്രങ്ങൾക്കകത്തുമാണ്. പാലക്കാട് നിന്ന് മുൻ നിശ്ചയിച്ച പ്രകാരം അതേ ഷെഡ്യൂളിൽ തന്നെ യാത്ര പുറപ്പെടും, യാത്ര തുടരും.
അല്ല, അത് നമ്മൾ അതിനനുസരിച്ച് പാലക്കാട് മുൻ നിശ്ചയിച്ച ദിവസത്തിൽ തന്നെയാണ് പാലക്കാട് നിന്നുള്ള യാത്ര തുടരുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ആ സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പാലക്കാട് നിന്ന് തൊട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ വരികയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതെല്ലാം മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് നടക്കുക. 22-ന് ഗണേശ ജയന്തിയുടെ അന്ന് വൈകിട്ടാണ് രഥം ഇവിടെ എത്തിച്ചേരുന്നത്. അതൊക്കെ പോലീസിനോട് ചോദിക്കണം. ഇവിടെ കളക്ടറാണ് അവസാന നിമിഷം. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് അറിയാം. സാമാന്യമായിട്ട് പലപ്പോഴും ഉത്സവങ്ങളുടെയും മറ്റുള്ള കാര്യങ്ങളുടെയും ഒക്കെ അനുമതി മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് അധികാരികളെ സമീപിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, നമ്മൾ ഒഫീഷ്യൽ പ്രൊസീഡിങ്സ് ഒക്കെ വഴിയെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുക പതിവ്. ഇവിടെ ഇത്തവണയാണെങ്കിൽ അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കിലും കൂടിയാണെന്നുള്ളൊരു കാരണം കൂടി പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ച് നമ്മളിവിടെ സജ്ജീകരണങ്ങൾ ആരംഭിച്ചു. എല്ലാ ദിവസവും പോലീസും റവന്യൂ അധികൃതരും എല്ലാവരും ഇവിടെ എത്തി ഓരോരോ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാന നിമിഷം ഒരു സ്റ്റോപ്പ് മെമ്മോ ആയിട്ട് അവർ വരുന്നത്. അതാണെങ്കിലും ഇവിടെ അറിയാവുന്നവർക്കറിയാം, എല്ലാ വർഷവും സർവോദയ മേളയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ് ഈ പുഴയിൽ താൽക്കാലികമായിട്ടുള്ളൊരു പാലം എന്നുള്ള നിലയിൽ. അത് തരുന്നത് 3-4 ദിവസം മുമ്പാണ്, തുടങ്ങുന്നതിന് 3-4 ദിവസം മുമ്പാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ നിന്ന് വിളിക്കുന്നതിനനുസരിച്ചിട്ടാണോ, തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നതിനനുസരിച്ചിട്ടാണോ, അതോ തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിൽ നിന്നും വിളിക്കുന്നതിനെതിരായിട്ടാണോ, ഇനിയിപ്പോൾ അവിടുത്തെ പോലീസ് മേധാവിയും ഇവിടുത്തെ കളക്ടറും ഒക്കെ വല്ല മാനേജ്മെൻറ്റ് കോട്ടയിലും IAS IPS ഒക്കെ പാസ്സായിട്ടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് രഥയാത്രകൾ നടക്കുന്നത് നിങ്ങൾക്കറിയാം. സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന രഥയാത്രകൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും മറ്റുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ യാത്രകൾ, വലിയ ഗതാഗത തടസ്സമൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെല്ലാം പലതിൻ്റെയും പേരിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരിൽ, മറ്റ് മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലത്താണ് ഈ 3 ഷർദി പറഞ്ഞ 3 കാറ് പോകുന്നതിന് അനുമതി തരാതിരിക്കുന്നത്. അല്ല, ചടങ്ങുകളെ ഒന്നും ബാധിക്കില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്ദേശവുമായിട്ട് ഇത്രയും ആളുകളുമായിട്ട് അത് പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു സാധ്യതകളെ ഇല്ലാതാക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, ആലോചിക്കാതെ ചെയ്യുന്ന ആളുകളാണോ ആലോചിച്ച് ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമാണ്. അല്ല, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളത് വളരെ അസ്വാഭാവികമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിൽ നടന്നു വരുന്നത് എന്നുള്ളത് അറിയാം. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഈ പോലീസ് പെർമിഷൻ്റെ ഒരു കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് DYSPക്ക് നമ്മൾ അപേക്ഷ കൊടുത്ത് അവിടെ നിന്നുള്ള ഫീസ് അടച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് മുഴുവൻ വെബ്സൈറ്റ് വഴിയാണ്. വെബ്സൈറ്റ് വഴി എന്ന് പറയുന്നത് ഫീസ് അടച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അനുമതിയായി എന്നുള്ളതാണ്. എൻ്റെ ഫീസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, സാധാരണഗതിയിൽ അനുമതി തരുമ്പോഴാണ് ഫീസ് ആക്സെപ്റ്റ് ചെയ്യുക. ഇത് ഫീസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അനുമതിയായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇപ്പോൾ ഓൺലൈനായിട്ട് മാത്രമേ നടക്കൂ, വേറൊരു രീതിയില്ല. നമ്മളിവിടെയും കേരളത്തിലും അങ്ങനെ തന്നെയാണ്, ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒക്കെ അടച്ചിട്ടുണ്ട്. തിരുപ്പറംകുണ്ടത്ത് ദീപം കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പം ഇതിനെയൊക്കെ എന്തിനാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നതെന്നോ, ഇങ്ങനെ ഒരു വളരെ നിഷേധാത്മകമായിട്ടുള്ള എതിരായിട്ടുള്ള ഒരു സമീപനം കൈക്കൊള്ളുന്നതെന്നോ നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതൊന്നും യാതൊരു തരത്തിലും സമാജത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളല്ല, മാത്രമല്ല സമാജത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്.
ഇപ്പം ഇവിടുത്തെ തന്നെ കാര്യമാണെങ്കിലും ഇവിടെ പൊതുവിൽ സർക്കാർ തലത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ചർച്ചകളുടെ ഒരു ഭാഷ്യം ഇത് സാമുദായിക സ്പർദ്ധയ്ക്ക് ഇടവരിക്കുന്നുള്ളതാണ്. നമ്മുടെ അനുഭവത്തിലും നമ്മളോട് സംസാരിച്ചതും ഒക്കെ അനുസരിച്ചിട്ട് ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട സമുദായമായിട്ടുള്ള മുസ്ലിം സമുദായം വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇതിനെ സ്വീകരിക്കുന്നത്. ഇപ്പം ഇന്ന് തന്നെ ഒരുപാട് മുസ്ലിം കുട്ടികളടക്കം ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നിരുന്നു. അവിടെ നിന്ന് ഇവിടെ അന്നപ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ദിവസവും വരുന്നുണ്ട്. അവർ വലിയ സഹകരണം എല്ലാ കാര്യത്തിലും തരുന്നുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ ഭംഗിയായി നടന്നു പോകുന്നൊരു കാര്യങ്ങളിൽ ഔദ്യോഗിക സംവിധാനങ്ങളാണ് കാലുഷ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഔദ്യോഗിക സംവിധാനങ്ങൾ. 22-ന് അത് രഥമാണ്, സ്വീകരണമാണ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, ഈ വലിയ സർക്കാർ എന്ന് പറയുന്ന വലിയ കൊടയുടെ ഭാഗമാണെല്ലാം. എല്ലാം സർക്കാരാണല്ലോ. നാളെയും മറ്റന്നാളും എല്ലാം, അതായത് ഇവിടുത്തെ കാര്യക്രമം ജനറലി എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളത് രാവിലെ മുതൽ, അതായത് ഉദയം മുതൽ അഖണ്ഡമായിട്ടുള്ള നവകോടി നാരായണ ജപാർച്ചന നടക്കും. അത് കേരളത്തിലെ ഭാഗവത ആചാര്യന്മാരുടെ കൂട്ടായ്മയായിട്ടുള്ള ഭാഗവത യോഗം, അതിൻ്റെ ആചാര്യന്മാരാണ് ആ ജപാർച്ചനയെ നയിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 8:30 കൂടിയിട്ട് വേദഘോഷത്തോട് കൂടിയിട്ടുള്ള സ്നാനം നടക്കും. അത് എല്ലാ ദിവസവും നടക്കും. അത് ആചാര്യ അരുൺ പ്രഭാകർജിയുടെ ആചാര്യത്വത്തിൽ ഗായത്രി ഗുരുകുലമാണ് ആ വേദഘോഷം ചെയ്യുന്നത്. ആ സ്നാനം അതിനു മുമ്പും അതിന് ശേഷവും ഒക്കെ വന്നു ചേരുന്ന ഭക്തർക്ക് സ്നാനം ചെയ്യാം. കാരണം മാഘസ്നാനത്തിന് എല്ലാ സമയവും എല്ലാ ദിവസവും ഒരുപോലെ വൈശിഷ്ട്യമാണ്. പക്ഷെ ആ സ്നാനത്തിൻ്റെ ചടങ്ങുകളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് 8:30 ആ ഒരു സമയത്ത് വേദഘോഷത്തോടു കൂടിയിട്ടുള്ള സ്നാനം ഉണ്ടാവും. വൈകിട്ട് 6 മണിയോടുകൂടി നിള ആരതി ഉണ്ടാവും. അത് കാശിയിലെ ദശാശ്വമേധ ഘാട്ടിൽ ഗംഗ ആരതി ചെയ്യുന്ന, കാരണം ഈ സമയത്ത് ഗംഗ തന്നെയാണ് ഇവിടെ നിള എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ദശാശ്വമേധ ഘാട്ടിൽ ഗംഗാരതി ചെയ്യുന്ന പണ്ഡിറ്റുകളാണ് അതേ രീതിയിൽ ഇവിടെ ഇത് ചെയ്യുന്നത്. അത് മോഹൻജി ഫൗണ്ടേഷനാണ് ആ ഗംഗാരതി സംഘടിപ്പിക്കുന്നത്. അതിന് ബ്രഹ്മർഷി മോഹൻജിയുടെ ആരതിയോടുകൂടി ഇന്ന് വൈകിട്ട് അത് ആ ആരതിക്ക് തുടക്കമാകും. അതും 3-ാം തീയതി വരെ തുടർച്ചയായിട്ട് നീളാതീരത്ത് നടക്കും. ഇതാണ് പ്രധാനപ്പെട്ട എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ. ഗണേശ ജയന്തി മുതൽ മകം നക്ഷത്രം വരെ കേരളത്തിലെ എല്ലാ പരമ്പരകളും, അത് സാമുദായികമായിട്ടുള്ള ഭേദമോ ലിംഗഭേദമോ ഒന്നുമില്ലാതെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ആചാര്യന്മാരും ഒരുപോലെ ആചാര്യത്വം വഹിക്കുന്ന വളരെ സവിശേഷമായിട്ടുള്ള ക്രിയാപദ്ധതി, പൂജാവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അത് ജനങ്ങൾക്ക് അഭിവൃദ്ധിയും ദേശത്തിന് രക്ഷയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ തന്നെ അത് കഴിഞ്ഞത് മാഘം 270 വർഷത്തിന് ശേഷമാണ് ഈ രീതിയിൽ വീണ്ടും വരുന്നത് എന്ന് പറയുന്നത് പോലെ 250 വർഷത്തോളമായിട്ട് നടക്കാതിരുന്ന പല വേറെ തടസ്സങ്ങൾ കൊണ്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു ആവശ്യം ആരും പറയുകയോ അങ്ങനെ അത് ചെയ്യുകയോ ചെയ്യാതെ ദേശത്തിൻ്റെ ദോഷങ്ങളെ മാറ്റുന്ന കാലചക്ര ബലി, അത് കണ്ണൂരെ മലയ പാരമ്പര്യത്തിൽ നിന്നുള്ള ചടങ്ങാണ്. അതായിരുന്നു ഇന്നലെ നടന്നത്. അതുപോലെ കൗളശ്രാദ്ധം എന്നുള്ള വീരസാധന ക്രിയ, അതാണ് പ്രായശ്ചിത്ത കർമ്മങ്ങളുടെ തുടക്കമായിട്ട് 16-ാം തീയതി നടന്നത്. കുഷ്മാണ്ഡ ബലി അടക്കമുള്ള വൈദിക ശ്രാദ്ധം, ഇതെല്ലാം തന്നെ വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ്. ആ വൈദിക ശ്രാദ്ധം പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ എല്ലാം വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള പൂജകളാണ് ഈ മാഘമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ സാമുദായിക ഭേദമില്ല, എല്ലാ സമുദായങ്ങളിലെയും ആചാര്യന്മാർ ആചാര്യസ്ഥാനത്ത് വരുന്നുണ്ട്. കേരളത്തിൻ്റെ ദേശീയമായിട്ടുള്ള ഇപ്പോൾ മുത്തനും മുത്തയ്ക്കും പൂജ, കേരളത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ചാത്തൻ പൂജ, അങ്ങനെയുള്ള ഒരുപാട് എല്ലാ തരത്തിലുള്ള പരമ്പരകളും ഒരേപോലെ ഇതിൽ ഒത്തുചേരുന്നുണ്ട്. ലിംഗഭേദമില്ല, സ്ത്രീകൾ ആചാര്യന്മാരായിട്ടുള്ള പൂജകളുണ്ട്.
അല്ല, ഇനി 22 തൊട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. ഇത് 22 തൊട്ടാണ്. 22-ന് തുടങ്ങുന്നത് സൂര്യ ഗണപതി പൂജയോടുകൂടിയാണ് രാവിലെ. അന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെ കാണി സമുദായത്തിൽ നിന്നുള്ള അവരുടെ പാരമ്പര്യമായിട്ടുള്ള സർവേശ്വര പൂജ വൈകിട്ട് വിശേഷമായിട്ട് നടക്കുന്ന ഒന്നാണ്. ഇനി എന്തെങ്കിലും എവിടത്തെ തമിഴ്നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ആധീനങ്ങളാണ്. അവിടുത്തെ ആശ്രമങ്ങളാണ്, തമിഴ് ആധീനങ്ങളാണ് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത്.